കേരളത്തിന്റെ അതിപ്രതാപിയായ മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് ഒരു കാര്യം പറയാൻ സ്വകാര്യ PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ? ഏതെങ്കിലും പത്രത്തിന് അഭിമുഖം നൽകാൻ പിണറായിക്ക് ഇടനിലക്കാരുടെ ആവശ്യമുണ്ടാകുമോ? വേണ്ടിവരുമെന്നാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ദ ഹിന്ദു പത്രം ഉൾപ്പെടെ ഏതിനും അഭിമുഖം നൽകാൻ മുഖ്യമന്ത്രിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അക്കാര്യം സർക്കാർ PR ഏജൻസിയായ PRDയോട് പറഞ്ഞാൽ മാത്രം മതി. അവരത് സ്ഥാപനങ്ങളെ അറിയിച്ചാൽ അപ്പോൾ തന്നെ എത്തും ഏറ്റവും പ്രമുഖനായ റിപ്പോർട്ടർ. തന്റെ വലിപ്പത്തെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടോ ആത്മവിശ്വാസക്കുറവ് കൊണ്ടോ ആവാം പിണറായിയും പിണറായിയുടെ ഓഫീസും തീരുമാനിച്ചത് സ്വകാര്യ PR ഏജൻസി വഴി പത്രത്തെ ബന്ധപ്പെടാം എന്നാണ്. അങ്ങനെ പിണറായിയുടെ ഇരുപുറവും PR ഏജൻസിക്കാരും മുന്നിൽ ഹിന്ദു റിപ്പോർട്ടറും ഇരുന്ന് തയ്യാറാക്കിയ മഹത്തായ അഭിമുഖം തൊട്ടടുത്ത ദിവസം തന്നെ പ്രാധാന്യത്തോടെ പത്രം പ്രസിദ്ധീകരിച്ചു. അന്ന് രാത്രി PV അൻവർ MLA അഭിമുഖത്തിലെ വിവാദ പരാമർശം ചൂണ്ടിക്കാട്ടുന്നതുവരെ ആർക്കും അത് പ്രശ്നമായതുമില്ല. അതുവരെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതെ ഉറങ്ങിക്കിടന്ന മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജ് പെട്ടെന്ന് ഞെട്ടിയുണർന്ന് ഹിന്ദുപത്ര മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടു. പിന്നാലെ പത്രം വിശദീകരണവുമായി രംഗത്തെത്തി. അഭിമുഖത്തിൽ മലപ്പുറത്തെ സംബന്ധിച്ച ചോദ്യം റിപ്പോർട്ടർ ചോദിച്ചിട്ടില്ല. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുമില്ല. ഇന്റർവ്യൂ തരപ്പെടുത്തിയ PR ഏജൻസിയായ കൈസൻ രേഖാമൂലം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മലപ്പുറം സംബന്ധിച്ച ചോദ്യവും ഉത്തരവും കടന്നുകൂടിയത്. ഇങ്ങനെയായിരുന്നു ഹിന്ദുവിന്റെ വിശദീകരണം. എന്താണ് മുഖ്യമന്ത്രി നടത്തിയ വിവാദ പരാമർശം? 5 വർഷത്തിനിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് 180 കിലോ കള്ളക്കടത്ത് സ്വർണവും 123 കോടി രൂപ ഹവാലപ്പണവും പോലീസ് പിടിച്ചെടുത്തു. ഈ പണം കേരളത്തിലേക്ക് വന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായാണ്. ഇങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലെന്നാണ് PM മനോജിന്റെ ഭാഷ്യം. ദേശവിരുദ്ധം എന്ന വാക്ക് മുഖ്യമന്ത്രി പ്രയോഗിച്ചിട്ടില്ലെന്നും PM മനോജ് പറയുന്നു. എന്നാൽ ഇതേ കാര്യം സെപ്റ്റംബർ 21-ന് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. 3 വർഷത്തിനിടെ ആകെ 147.79 കിലോ സ്വർണം പോലീസ് പിടിച്ചതിൽ മലപ്പുറത്ത് മാത്രം പിടിച്ചത് 124.47 കിലോയാണ്. 2020 മുതൽ സംസ്ഥാനത്ത് ആകെ 122.5 കോടിയുടെ ഹവാലപ്പണം പിടിച്ചതിൽ 87.22 കോടി മലപ്പുറത്ത് നിന്നാണ്. സ്വർണം, മയക്കുമരുന്ന്, കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യമാണ്. എന്തിനാണ് PR ഏജൻസിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറ്റപ്പെടുത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അഭിമുഖത്തിലെയും പത്രസമ്മേളനത്തിലെയും ഉള്ളടക്കത്തിൽ എന്താണ് വ്യത്യാസം? നാടിനെതിരായ കുറ്റകൃത്യം എന്നാൽ ദേശവിരുദ്ധമായ കുറ്റകൃത്യം തന്നെയല്ലേ? പദപ്രയോഗത്തിൽ വന്നതല്ലാതെ മറ്റെന്തു മാറ്റമാണ് രണ്ടിലെയും പരാമർശങ്ങൾക്കുള്ളത്? അൻവർ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും തിരിഞ്ഞതിനു ശേഷം കേരളത്തിലും ദേശീയ തലത്തിലും CPM-നുണ്ടായ ഡാമേജ് പരിഹരിക്കാനാവണം PR ഏജൻസിയെ ചുമതലപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയുടെ പരാമർശം കാരണം ന്യൂനപക്ഷ ജനവിഭാഗം സർക്കാരിൽ നിന്നും പാർട്ടിയിൽ നിന്നും അകന്നു പോകുന്നത് തടയുക എന്നതാവാം ആദ്യത്തെയും അടിയന്തരവുമായ ആവശ്യം. ന്യൂനപക്ഷത്തിൽ തന്നെ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ചുരുക്കം ചിലരുണ്ടെന്നും അവരുടെ നാവായി അൻവർ പ്രവർത്തിക്കുന്നു എന്നും പറയാനാണ് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത്. ഇത് പത്രസമ്മേളനത്തിലും പിന്നീട് കോഴിക്കോട് നടത്തിയ സമ്മേളനത്തിലുമെല്ലാം മുഖ്യമന്ത്രി ആവർത്തിക്കുകയും ചെയ്തു. എങ്കിലും പത്രത്തിലെ ഉള്ളടക്കത്തെ ചൊല്ലി അൻവർ ആ വിഷയം ഏറ്റെടുത്തപ്പോൾ മുഖ്യമന്ത്രിക്ക് മുട്ടിടിച്ചു. മുട്ടാപ്പോക്ക് വിശദീകരണത്തിന് പ്രസ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതിനെ ശുദ്ധ മലയാളത്തിൽ ഇരട്ടത്താപ്പെന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത്? മുഖ്യമന്ത്രി തലയ്ക്ക് വെളിവില്ലാതെ സംസാരിക്കുന്നുവെന്നാണ് ഇന്നലെ വരെ മുഖ്യമന്ത്രിയെ കെട്ടിപ്പിടിച്ച് നടന്ന PV അൻവർ പറയുന്നത്. പിതൃതുല്യനായ ഒരാളെ പറ്റി അൻവർ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നതിന് അൻവർ തന്നെ മറുപടി പറഞ്ഞത് മക്കളോട് ദ്രോഹം ചെയ്യുന്ന പിതാക്കന്മാരെ മക്കൾ കുത്തിക്കൊല്ലുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചാണ്. കൂടെ കിടക്കുന്നവർക്കേ രാപ്പനി അറിയാവൂ എന്നൊരു നാടൻ പ്രയോഗമുണ്ട്. അതെന്തായാലും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പ്രധാന ഉപദേശക വൃത്തത്തിനും കാര്യമായ എന്തോ തകരാറുണ്ടെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാവുന്ന ചില കാര്യങ്ങളെങ്കിലും സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണിപ്പോൾ. മുഖ്യമന്ത്രിക്ക് ഒരു പത്രത്തിന് അഭിമുഖം നൽകാൻ PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ എന്നാണ് ഇപ്പോൾ CPM നേതാക്കൾ ജനങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നത്. അത് ശരിയാണെങ്കിൽ PR ഏജൻസി മുഖ്യമന്ത്രിയെ കുരുക്കിൽപ്പെടുത്തിയതാകാം. എങ്കിൽ ഒരു അന്വേഷണം ആ ദിശയിൽ നടക്കേണ്ടതല്ലേ? ആരാണ് ഏജൻസിയെ ചുമതലപ്പെടുത്തിയത്, ആരാണ് കാശ് നൽകുന്നത് എന്നതും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിക്ക് PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ എന്ന ചോദ്യം മരുമകൻ മുഹമ്മദ് റിയാസും പ്രിയങ്കരനായ MP ജോൺ ബ്രിട്ടാസും എല്ലാം ആവർത്തിച്ച് ജനങ്ങളെ പരിഹസിക്കുമ്പോൾ ആരുടെ തലയ്ക്കാണ് ശരിയായ കുഴപ്പമെന്ന് മനസ്സിലാവാതെ തലയ്ക്ക് കൈകൊടുത്തിരിപ്പാണ് പൊതുജനം.